അപ്പോൾ നമ്മൾ ഷോർട്ട് ടെമ്പറിൻ്റെ അവിടെ നിന്ന് നടന്നിവിടെ ഭൈരദാസ് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് മതി നമുക്ക് ഇവിടെയും കയറാൻ വേണ്ടി. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടെമ്പറിൽ നിന്നത്തെ ടിക്കറ്റ് ഞാൻ ഇവിടെയും കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്നൊരു റെഡ് സീൽ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ആ സീൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ചുറ്റിനും പിന്നെ നടന്ന് കാണാം, എന്നിട്ട് പിന്നെ അടുത്തേക്ക് പോയി കാണാം. അപ്പോൾ നമ്മൾ ഷോർട്ട് ടെമ്പിളിൽ നിന്ന് നടന്ന് ഭൈരദാസ് കാണാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പഞ്ചപാണ്ഡവ രഥം വരുന്നത്, ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസിലേക്ക് പോവാം. നമ്മൾ ഷോർട്ട് ടെമ്പിൾ കാണാൻ പോയപ്പോഴത്തേക്കുള്ള അതുപോലെ തന്നെയാണ് ഇവിടെയും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 5 രഥങ്ങളുള്ളത്. ഇവിടെയാണ് ഇതുപോലത്തെ നടക്കാനായിട്ടൊരു പാതയുണ്ട്. അപ്പോൾ ഇതിലേ നമുക്ക് നടന്ന് റൗണ്ട് ചെയ്ത് വരാം. എന്നിട്ട് നമുക്ക് താഴേക്ക് പോയി അടുത്ത് നിന്നുള്ള വീഡിയോസ് താഴെ ഇറങ്ങിയിട്ട് കാണാം. നടന്ന് ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇത്തിരി തണലുണ്ട് കേട്ടോ. കാണുന്നത് ഇവിടെ ഒരു വലിയ ഒരു മരം നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നപ്പോൾ തണലുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നിന്നിട്ട് ഈ സൈഡിലെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചേ. ഇതുണ്ടോ, ഇതാണ് ആ 5 രഥങ്ങളെന്ന് പറയുന്നത്, പഞ്ചപാണ്ഡവരുടെ 5 രഥങ്ങൾ. ഇതിപ്പോൾ പലതും പൂർത്തിയായിട്ടില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം. ഇനി ഒരുപാട് പണികളുള്ള അകത്തൊക്കെ ഒരുപാട് പണികളുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ. എല്ലാം ഒറ്റ കല്ലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുന്നോട്ടൊക്കെ 1-2 കല്ലുണ്ട്, പക്ഷേ അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരു നന്ദിയുടെ ഒരു ശില്പം ചെയ്തിരിക്കണം. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങി ഈ രഥത്തിൻ്റെയൊക്കെ അടുത്തേക്ക് പോയി നോക്കാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ. ശരി പൊന്നെ, അടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് പറ്റില്ല. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു രഥവും പൂർണ്ണമായിട്ട് പൂർത്തിയാവാത്തതാണ് കേട്ടോ. എല്ലാം ഇവിടെ ഒരു വലിയൊരു ആനയുടെ ഒരു ശില്പം, അതും ഇതുപോലെ തന്നെ ഒറ്റക്കല്ലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ശരി, അന്നത്തെ ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. എന്താ ആനയുണ്ട്, ഒറ്റക്കല്ലുള്ള ഒരു ശില്പം. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ഒരു സിംഹത്തിൻ്റെ ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ചുറ്റിനിങ്ങനെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റാണ് രാത്രി തെളിയിക്കാനുള്ളത്. ഇവിടെ കുറച്ച് പാറകളുണ്ട്, ഇതിനൊന്നും വർക്കൊന്നും ചെയ്യാത്തതാണ് കേട്ടോ. ഇതാണ് 5 രഥങ്ങൾ കേട്ടോ. ഈ രഥങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പൂർത്തിയായിരുന്നെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ മരങ്ങളുടെ മൂട്ടിൽ ഇതുപോലെ ഇരിക്കാനുള്ളതും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഷോർട്ട് ടെമ്പിളിന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്റർ ആണ് കേട്ടോ നടന്ന് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഓഡിയോ ടൂർ എന്ന് പറഞ്ഞിട്ട് സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ കണ്ട 5 രഥങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇതുമാണ്. എൻ്റെ മുന്നിലത്തെ വെച്ച് വലുതാണ്. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അതിൻ്റെ അടുത്താണ് ഒരു ആനയുടെ ഒരു ഒറ്റക്കൽ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നടന്നു വരുന്ന വഴിയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം, ഏതാണ്ട് 1.5 കിലോമീറ്ററിന് അകത്തേ ഉള്ളൂ നമുക്ക് ബട്ടർ ബോൾസിൻ്റെ അടുത്ത് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം.
പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ കാണാം. അപ്പോൾ ഓരോ രഥത്തിൻ്റെ അടുത്തും ആ പഞ്ചപാണ്ഡവരിൽ ആരുടേതാണെന്നൊക്കെ ഉള്ളത് ഇതാ ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു ഫലകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നകുല സഹദേവൻ്റെ രഥമാണ് ഈ കാണുന്നത്. ഇതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് വന്നിട്ട് ഭീമൻ്റെയാണ് കേട്ടോ. ഭീമൻ്റെ രഥമാണ് ഈ കാണുന്നത്. നമ്മുടെ മുന്നിലെത്തി ഈ കാണുന്നതാണ് അർജുനൻ്റെ രഥം കേട്ടോ. അതുപോലെ തന്നെ ഈ കാണുന്നത് ദ്രൗപദിയുടെ രഥമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് രഥത്തിൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു ആ സൈഡിലൊരു നന്ദിയുടെ ഒരു പ്രതിമ കാണാം കേട്ടോ. അതും അതിൻ്റെ കാലിൻ്റെ ഭാഗമൊക്കെ ഇനി പൂർത്തിയാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രഥം വന്നിട്ട് ധർമ്മരാജ എന്ന് പറയുന്ന രഥമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ നോക്കാം.